നമസ്കാരം. പാമ്പ് കടി ഇപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കുഞ്ഞിന് കടിയേറ്റ് കഴിഞ്ഞാൽ, പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിഷമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ വിഷമില്ലാത്തതായിരിക്കും. വിഷമുള്ള പാമ്പുകളാണ് 1 അണലി, 2 കോബ്ര അല്ലെങ്കിൽ മൂർഖൻ, 3 ക്രൈറ്റ് അല്ലെങ്കിൽ ശംഖുവരയൻ എന്ന് പറയും. ഈ 3 കടിക്കും വേണ്ടി ഉപയോഗിക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത് പോളിവാലന്റ് വാക്സിനാണ് ഉപയോഗിക്കുന്നത്. ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോടോക്സിക്, അതായത് കോബ്ര അല്ലെങ്കിൽ മൂർഖനും ശംഖുവരയനും ക്രൈറ്റിനും ഒരേ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ കണ്ണ് താന്നിങ്ങനെ പോകും. 2 നമ്മുടെ തലയെ പോലും നിവർത്തി നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. തടസ്സം ഉണ്ടാകും. ഇതിനെ പറയുന്നതാണ് ന്യൂറോടോക്സിക് എന്ന് പറയുന്നത്. 2 ഹെമറ്റോടോക്സിക് അല്ലെങ്കിൽ നെഫ്രോടോക്സിക്, രക്തം കട്ടുപിടിക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ട് കിഡ്നിയെയും ബാധിക്കുന്ന ഒരു കണ്ടീഷനായിട്ടാണ് വരുന്നത്. ഇനി ലോക്കൽ എൻവെനമേഷനാണ് ഏറ്റവും പ്രധാനം. അതായത് ആ ഭാഗത്ത് തടിച്ചു കയറുകയോ കുമിളകൾ പോലെ വരികയോ കളർ വ്യത്യാസം വരികയോ ചെയ്യുകയാണെങ്കിലും ലോക്കൽ എൻവെനമേഷനാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് പോയ്സണസ് സ്നേക്കായിട്ട് കാണാം. എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പോകുമ്പോൾ ആ ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യാനായിട്ട് കടിച്ചതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ക്രൈറ്റ് ബാൻഡേജ് കെട്ടുകയോ, അതല്ലെങ്കിൽ ഒരു സ്പ്ലിൻറ്റ്, ഒരു തടിക്കഷ്ണം വെച്ചിട്ട് അതിനെ വെച്ച് ചുറ്റുകയോ, കാരണം മൂവ് ചെയ്യാതിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഉചിതം. പാമ്പിനെ പിടിക്കാനോ പാമ്പിനെ അടിച്ചു കൊല്ലാനോ ആ സമയത്ത് നടന്ന് സമയം കളയാതിരിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഇൻസിഷൻ ഇടുന്ന പരിപാടി, അതായത് രക്തം എക്സ്പ്രസ് ചെയ്ത് കളയുന്ന പരിപാടി ഒരിക്കലും നല്ലതല്ല. ടൈറ്റായിട്ട് കെട്ടുന്ന പരിപാടി നല്ലതല്ല. വാഹനം ഓടിക്കാനോ അല്ലെങ്കിൽ നടക്കാനോ ഓടാനോ ഒന്നും ഈ കടി കൊണ്ട വ്യക്തി ഒരിക്കലും ചെയ്യാതിരിക്കുക. എത്രയും പെട്ടെന്ന് മറ്റുള്ളവരുടെ സഹായത്തോടെ ആശുപത്രിയിൽ പോയി ചികിത്സ നേടുക. ഈ അറിവ് എല്ലാവർക്കും പകർന്നു കൊടുക്കുക. നന്ദി.